പെൺകുട്ടിയുടെ അമ്മായിയുടെ ഭർത്താവിന് എഴുതിയ ആ കത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എനിക്ക് പെണ്ണിനെ തരാതിരിക്കാൻ ഞാൻ ചാമർ ജാതിയിൽപ്പെട്ട ആളാണോ? ഞാനതൊരു എന്നെ അണ്ടർലൈൻ ചെയ്തൊരു സംഗതിയാണ്. ഞാൻ ചാമർ ജാതിയിൽപ്പെട്ട, ചാമർ എന്ന് പറഞ്ഞത് തോൽപ്പണിക്കാരനാണ്, അല്ലെങ്കിൽ ചെരുപ്പ് കുത്തിയാണ്. പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, പ്രവാചകൻ വരുമ്പം ആ പ്രദേശം, ആ ഒരു കാലഘട്ടം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ പ്രവാചകന്മാർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും 1850 മുതൽ 1900 പകുതി വരെ ജീവിച്ച ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, ഒരു 3 വിഷയങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചരിത്രബോധം അനുസരിച്ച് പറയാവുന്നത് ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുമാണ്. മറ്റൊന്ന്, ആ കാലഘട്ടത്തിൽ ഏറ്റവും ലോകത്ത് മുഴുവൻ അനുഭവിച്ച ഒരു പ്രശ്നം അത് സാമ്രാജ്യത്വവും കൊളോണിയലിസവും. ഈ 2 കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം ഒരുപക്ഷെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വല്ലാത്തൊരു മോഡേണിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയും സമൂഹത്തിലുണ്ടാകുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളോടൊന്നും കൃത്യമായിട്ട് ആ കാലഘട്ടത്തിൽ വന്നു എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം നൂഹ് നബി ആണെങ്കിലും ഈസാ നബി ആണെങ്കിലും മുഹമ്മദ് നബി ആണെങ്കിലും ഒക്കെ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തോട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആണ് പോകുന്നത്. അത് മിസ്സാവുന്നു എന്നുള്ളതാണ്. കോപ്റ്റിക് വംശജര് ഈ ഇസ്രായേലിയരെ അടിമകളാക്കിയിട്ട് അതൊക്കെ എന്നാൽ പിന്നെ നമുക്ക് ആ ഫിലിമിൽ തന്നെ ഇപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും, 10 കമാൻഡ്മെൻറ്റ്സിലൊക്കെ. അപ്പോൾ അത്രയും നിഷ്ഠൂരമായിട്ട് വളരെ കിരാതമായിട്ടുള്ള ഒരു രീതിയിൽ ഇവരടിച്ചമർത്തുന്ന അതിൻ്റെ വിമോചനമകനായിട്ട് കൂടിയാണ് മൂസാ നബി വന്നത്, അല്ലേ? അർസിൽ മഴന ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞില്ലേ, അല്ലേ, നമ്മളെ കൂടെ വരാൻ. അപ്പോൾ അവരെ ഞങ്ങൾക്ക് വിട്ടുതരാനാണ് ഫിറോവിനോട് ആവശ്യപ്പെടുന്നത്. ഇതിൽ നിന്ന് എന്ന് മാത്രമല്ല, ഇതിൽ ഉണ്ടാവുന്ന വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം, ആ ഒരു സിസ്റ്റത്തോട് ഡിബേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ 20-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും കൃത്യമായിട്ട് ഈ 2 സംഭവത്തും, സാമ്രാജ്യത്വത്തോടും കൊളോണിയലിസത്തോടും ഡിബേറ്റ് ചെയ്തിട്ടുള്ള ദേശീയ പ്രസ്ഥാനം, ജാതി വ്യവസ്ഥയോട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അംബേദ്കർ, ഇത്തരം സംവിധാനങ്ങളോടൊന്നും കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ കൂടെ അതിനോട് എതിരിടാന്ന് മാത്രമല്ല, ഇതിനോട് പുറംതിരിഞ്ഞ് നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം ചരിത്രപരമായി ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കും. എൻ്റെ വായനയിൽ ഞാൻ അതിൽ കുറച്ചുകൂടി ഇതായിട്ട് കാണുന്നത്, ഇപ്പോൾ ഈ ജാതീയത കൊടികുത്തി വാഴുന്ന എൻ്റെ ചെറുപ്പകാലത്ത് പോലും ജാതീയത അതിശക്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞുണ്ട്. ഇപ്പം പല അഭിമാനക്കൊലകളൊക്കെ നടക്കുന്നതൊക്കെ ജാതീയത തന്നെയാണ്. ജാതീയത അവർണ സമൂഹത്തെ ഹിന്ദുവായിട്ട് കാണാൻ പറ്റാത്ത, ഇന്ത്യനായി കാണാൻ പറ്റാത്ത, അവരിങ്ങനെ അടിമകളെപ്പോലെ അല്ലെങ്കിൽ മൃഗതുല്യരായിട്ട് ജീവിക്കേണ്ട, പശുവിൻ്റെ സ്ഥാനം ഏതായാലും ഇല്ല, മറ്റു മൃഗങ്ങളുടെ അവസ്ഥയിലേക്ക്, പട്ടിയുടെയും പന്നിയുടെയും ഒക്കെ അവസ്ഥയിലേക്ക് താഴ്ത്തി കെട്ടുന്ന ഒരു അവസ്ഥ, അതിന് അവരുടെ അശുദ്ധി, അവരുടെ അയിത്തം, അവരുടെ വേറെ വഴികൾ, ഇതൊക്കെ എന്നാൽ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു വളരെ പിന്നെ സവർണരുടെയും അവർണരുടെയും ഈ വ്യത്യാസങ്ങൾ അവരവരോട് ചെയ്യുന്ന. അപ്പോൾ അതിൻ്റെ ഇടയിൽ പലരും ഇസ്ലാം സ്വീകരിക്കാൻ പോലും കാരണം ഈ അവർണത്വത്തിൻ്റെ അല്ലെങ്കിൽ ഈ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയായിരുന്നു. ഏതായാലും മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ഒരു അക്ഷരം അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 800 ചില്ലാനം പിന്നെ പേജുകളുള്ള ഈ വഹികളുടെ സമാഹാരത്തിൽ ഇതിനെക്കുറിച്ചൊരു വഹി പോലും വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും നമുക്ക് കാണാൻ കഴിയില്ല. അതിന് പുറമെ ഒരു കാര്യമുള്ളത്, മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിക്കൊരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതി ഉണ്ട്. കുറച്ച് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു ആകാശത്ത് വെച്ച് എനിക്കൊരു ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, പിന്നെ ആ പെണ്ണിൻ്റെ പിതാവിനോടും അവരുടെ ബന്ധുക്കളോടും അമ്മായിയുടെ ഭർത്താവിനോടും ഒക്കെ ഈ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പിന്നാലെ കൂടി. ആ കൂട്ടത്തിൽ അദ്ദേഹം എഴുതിയൊരു കത്തുണ്ട്, അമ്മാവൻ്റെ ഈ പിന്നെ പെൺകുട്ടിയുടെ അമ്മായിയുടെ ഭർത്താവിന് എഴുതിയ ആ കത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എനിക്ക് പെണ്ണിനെ തരാതിരിക്കാൻ ഞാൻ ചാമർ ജാതിയിൽപ്പെട്ട ആളാണോ? ഞാനതൊരു എന്നെ അണ്ടർലൈൻ ചെയ്തൊരു സംഗതിയാണ്. ഞാൻ ചാമർ ജാതിയിൽപ്പെട്ട, ചാമർ എന്ന് പറഞ്ഞത് തോൽപ്പണിക്കാരനാണ്, അല്ലെങ്കിൽ ചെരുപ്പ് കുത്തിയാണ്. അപ്പോൾ അത്തരം ഒരു വംശത്തിൽപ്പെട്ട, അല്ലെങ്കിൽ അത്തരം ഒരു എന്താ ഒരു താഴ്ന്ന അംബേദ്കറിൻ്റെ അതെ ജാതിക്കാരനാണ് ചാമർ. അതെ,
ആ ജാതിയിൽപ്പെട്ട ആളാണോ? ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഈ മനുഷ്യൻ്റെ സവർണ ബോധം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സ് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് അവകാശവാദം. അദ്ദേഹം ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പെണ്ണിനെ തരാതിരിക്കുക. അപ്പോൾ ഇയാൾക്ക് പെണ്ണ് ചാമർ ജാതിക്കാരന് പെണ്ണ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവരത്രയും നികൃഷ്ടരാണോ? ഇവിടെ മനുഷ്യന് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായൊരു കഥ ഞാൻ മുമ്പ് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ആ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയുള്ള ആ പ്രവാചകവാദിയുടെ ഒരു അത് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഞാൻ പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, കറുത്തവനും വെളുത്തവനുമായിട്ട്, ചുവന്നവനും വെളുത്തവനുമായിട്ട് ഒരു അന്തരവുമില്ല. അജമിയും അറബിയും തമ്മിൽ അറബിയും അനറബിയും തമ്മിൽ ഒരന്തരവുമില്ല. ഒരു കാര്യത്തിൽ മാത്രമേ അവർ മേൽ കൊയ്മുള്ളൂ. അതെന്താണ്? തഖ്വയുടെ കാര്യത്തിൽ. ഇത് പറഞ്ഞു തന്നിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള അതന്നെയാണ് ഈ ഇസ്ലാമിലെ സാഹോദര്യം എന്ന് പറയുന്നത്. എല്ലാവരും അംഗീകരിച്ച സംഗതിയാണത്, ഇസ്ലാമിലെ സാഹോദര്യം. ഏത് നേരത്തെ പറഞ്ഞ ഹിന്ദു വിഭാഗത്തിലെ ഏറ്റവും താഴ്ന്ന ജാതിക്കാരൻ വന്ന് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെ സമശീർഷനായിട്ട് കാണുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും പരസ്പര വിവാഹബന്ധം നടത്തുകയൊക്കെ ചെയ്ത് അങ്ങനെയാണല്ലോ ഇവിടെ ഈ സമൂഹം നമ്മൾ കേരളത്തിൽ പോലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ കൊടി കുത്തി വാഴുന്ന ഈ ജാതീയതക്കെതിരെ ഒരു അക്ഷരം വേണ്ടിയില്ല അദ്ദേഹം. പിന്നെയുള്ളത് അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ സാമ്രാജ്യത്വത്തിനെതിരിലും കൊളോണിയൽ സ്വഭാവത്തിനെതിരിലും അദ്ദേഹം കമാൻ വേണ്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിലത്. ഇനി ഇസ്ലാമിൻ്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ സുന്നി ഷീഇ ഈ പ്രശ്നം അതിരൂക്ഷമായിട്ട് തുടർന്ന് വരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോഴാണ് ശരിക്കും കുറച്ചെങ്കിലും മന്ദഗതിയിൽ വരുന്നത്. അന്ന് പറഞ്ഞാൽ കൊലയുമായിരുന്നു. അത് ഞാൻ പറഞ്ഞ മാതിരി ഒരു 10-50 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു മുഹറം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്നൗവിലോ അതുപോലെ ബംഗാൾ പല സ്ഥലങ്ങളിലും ഈ ഷിയാക്കളുള്ളയിടത്ത് കൊലയും നടന്നിട്ടുണ്ടാവും, സുന്നികൾ അങ്ങോട്ടും. ഇപ്പോഴും ഇടയ്ക്ക് ബോംബേറുകൾ നടക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനെതിരിൽ ഇയാൾ എന്താ പറഞ്ഞത്? ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സുന്നി ഷീഇ എന്ന ഈ വൈവിധ്യത്തെ നമുക്കൊരു മുബാഹലയിലൂടെ അവസാനിപ്പിക്കാം. അതിന് സുന്നികളുടെ ഭാഗത്തുനിന്ന് ഞാനും ഷിയാക്കളുടെ ഭാഗത്തുനിന്ന് അവരുടെ ഏതെങ്കിലും ഒരു പരമോന്നത നേതാവും തമ്മിൽ എന്തെടുത്തുക മുബാല നടത്തിയിട്ട് അതിലാരാണോ മരിക്കുന്നത് എന്ത് പ്രശ്നത്തിനും പരിഹാരം മുബാല. ഇതിപ്പോൾ ഈ സംഗതി എന്താണെന്ന് പറയാൻ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം സുന്നികളെയാണ് ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ട് അയാൾ ഇന്ത്യയിൽ സുന്നി എന്ന് പറഞ്ഞാൽ ഷിയ സുന്നി ഞാൻ പറയുന്നത്, ആ സുന്നികളെ ടാർഗറ്റ് ചെയ്തു. മറുഭാഗത്ത് ഇറാനിൽ ബഹാഉല്ല ഉണ്ടായിരുന്നു, അദ്ദേഹം അവിടുത്തെ ഷിയാക്കളെയും ടാർഗറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് കൂട്ടരെയും നിയമിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണെന്ന് ഞാൻ പറയും. വെറുതെ പറയുന്നില്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയും. അവരുടെ സാമ്രാജ്യത്വ കൊളോണിയൽ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് പ്രവാചകന്മാരെ അയക്കുകയാണ്, കണ്ടെത്തി അവരാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അവരൊരിക്കലും സുന്നി ഷീസത്തിൻ്റെ വിഷയം. പിന്നെ അതേപോലെ താഴോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു കാലത്ത് ഇവിടെ ഈ പിൽക്കാലത്തുണ്ടായതാണല്ലോ മസ്ലക്കുകൾ, അതായത് ഷാഫിയും അനഫിയും അംബലിയും മാലിക്കി അതുപോലെ ഷിയാക്കളുള്ള ഇവർ തമ്മിലുള്ള മത്സരം എത്ര രൂക്ഷമായിരുന്ന ഒരു കാലഘട്ടത്തിൽ. നമ്മളെ ഹറമിൽ പോലും 4 ഇമാമുകളുണ്ടായിരുന്നു. ഓരോ ഇമാമും നമസ്കരിക്കും, അവരുടെ ഗ്രൂപ്പ് അവരുടെ കൂട്ടത്തിൽ നമസ്കരിക്കും, പിന്നെ അടുത്ത ഇമാം വരും. ഇങ്ങനെ ഇപ്പോൾ ഈജിപ്തിൽ പോയിട്ടല്ലോ, ഈജിപ്തിലെ ഒരു പള്ളിയിൽ ഷിയാക്കൾക്കുള്ളതല്ല ഹംബലി മദ്ഹബിലുള്ള ആളുകൾക്കുള്ള ഒരു മിഹ്റാബ് കാണാം, പിന്നെ അനഫി ഇമാമിനുള്ള ഒരു മിഹ്റാബും കാണാം. ഒരേ സമയത്ത് അവിടെ നമസ്കാരം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവിടെ നമസ്കരിക്കുന്നത് ഒരു ഇമാമിൻ്റെ കീഴിലാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് മുമ്പാണെങ്കിൽ രൂക്ഷമായിട്ടുള്ള മസ്ലക്കി ഭിന്നതകളും ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിൽ. പക്ഷേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അദ്ദേഹത്തിൻ്റെ ഫത്താവ അഹമ്മദിയ എന്ന പുസ്തകത്തിൻ്റെ ഫത്വയാണ് ഫത്താവ അഹമ്മദിയ. അതിൽ 3ാമത്തെ ഫത്വയായിട്ട് കൊടുത്താൽ എന്താ അറിയോ? എൻ്റെ അനുയായികൾ കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിൽ ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബ് പിൻപറ്റിയാൽ മതിയെന്ന്. എത്ര ബാലിഷ്യമാണ് ആ വാദം നോക്കൂ. ഒരു പ്രവാചകനെ അള്ളാഹു അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയേണ്ടത് മുൻ പ്രവാചകൻ്റെ ഏതോ ഒരു ഇമാം അബൂ ഹനീഫ മഹാനാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അബൂ ഹനീഫ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ്? മുൻ പ്രവാചകൻ്റെ ഒരു ശിഷ്യൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മസ്ലക്ക് സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഇമാം ഷാഫിയുടെ മസ്ലക്ക് തെറ്റാണോ? ഇമാം ഹംബലി മദ്ഹബ് തെറ്റാണോ? അതിനൊന്നും ഒരു ന്യായം പറഞ്ഞില്ല. ന്യായം പറഞ്ഞ രസം. എന്താ ന്യായം? ഇതിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്.
അതായത് ലോകത്ത് മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഇമാം അബൂ ഹനീഫയെ പിൻപറ്റുന്നവരാണ് ഏറ്റവും ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ അത് സ്വീകരിക്കാൻ പറയാന്നേ ഉള്ളൂ. കേരളത്തിലുള്ളവരാരും സ്വീകരിക്കുന്നില്ല. കേരളത്തിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നന്ന ചുരുങ്ങി നമുക്ക് കാണാമായിരുന്നു. അസ്ർ നമസ്കാരം നമ്മുടെ നമസ്കാരത്തിൻ്റെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ. അതവർ സ്വീകരിക്കുന്നില്ല. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചതാ. എന്താ വെച്ചാൽ എഴുതി വെച്ചത് ഇവർക്ക് അറിയില്ല. ഇതായത് ഒരു പുസ്തകത്തിലുണ്ട്, എന്താണ്, റിവ്യൂ ദർ മുബാഹസ ബട്ടാലവി ചക്കടാലവി. ഇതെന്താ ഈ പുസ്തകത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ബട്ടാലവി എന്ന് പറഞ്ഞ ആൾ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി, ചക്കടാലവി എന്ന് പറഞ്ഞത് അബ്ദുള്ള ചക്കടാലവി. ഇവർ തമ്മിൽ ഭയങ്കര സംവാദം നടത്തും. ഒരാൾ അഹ്ലുൽ ഒരാൾ അഹ്ലുൽ ഖുർആനുമാണ്. ആദ്യത്തെ ആൾ ബട്ടാലവി അഹ്ലുൽ ഹദീസാണ്, ചക്കടാലവി അഹ്ലുൽ ഖുർആനുമാണ്. ഇവർ തമ്മിൽ വളരെയധികം സംവാദങ്ങൾ നടന്നു, നേരിട്ടും രചനകളിലൂടെയും. അപ്പോൾ ഇത് രണ്ടുപേരുടെയും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ റിവ്യൂ നടത്തുന്ന ഒരു പുസ്തകമാണ്. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ അബൂ ഹനീഫയുടെ മദ്ഹബ് സ്വീകരിച്ചാൽ മതി. ഇവർക്കുള്ള അഹ്ലുൽ ഖുർആൻ്റെയും അഹ്ലുൽ ഹദീസിൻ്റെയും തർക്കം തീർക്കാനുള്ള ഇത് മുന്നോട്ട് വെക്കാണ്. അബൂ ഹനീഫയുടെ സ്വീകരിച്ചാൽ മതി. അബൂ ഹനീഫയുടേത് ഏതാണ്? ആ മസ്ലക്ക് എന്ന് പറഞ്ഞത് ഇവിടുത്തെ കർമ്മശാസ്ത്ര കാര്യങ്ങളിലാണ്. ഇവർ പറയുന്നത് പറയണമെങ്കിൽ ഈ അഹ്മദിയ പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ നായകൻ്റെയും ഓരോ ഘട്ടം എടുത്തിട്ടുണ്ടെങ്കിലും അതിലൊക്കെ കോംപ്ലിക്കേഷൻസ് കൂടി വരുന്നതാണ് തോന്നുന്നത്. കോംപ്ലിക്കേഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്ത പുസ്തകമാണെങ്കിൽ അതിനേക്കാളും വലിയ കോംപ്ലിക്കേഷൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ആ ഒരു ഭാഗത്ത് നമുക്ക് അദ്ദേഹത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് പഠിക്കാൻ തോന്നുന്നു.